മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എവരി വൺ. എല്ലാവരുടെയും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ഏതൊരു സെലിബ്രേഷനേക്കാളും എനിക്ക് ക്രിസ്മസ് വളരെ സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഒരു മിക്ക ആൾക്കാർക്കും അതങ്ങനെ തന്നെ ആയിരിക്കും. ബിക്കോസ് ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയറാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളിലേക്കും ഉള്ള ഒരു പാത്വേ ആണ് ക്രിസ്മസ് അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലൈക്കാസ് ആണ് കേട്ടോ. Hey guys, welcome back to Malika's vlogs. So today, it is Christmas! Merry Christmas everybody! So right now we are going to a restaurant. I don't actually know the restaurant's name, but when we reach there, I'll see you. എവിടെയും ഏറ്റവും ലാസ്റ്റ് എത്തുന്നൊരു ഫാമിലിയാണ് കേട്ടോ ഞങ്ങൾ. ആ പതിവ് ഞങ്ങൾ ഈ പ്രാവശ്യം തെറ്റിച്ചിട്ടില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നത് ഓൾമോസ്റ്റ് ഒരു 4:30 ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും തന്നെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാം എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഫിനിഷ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ വൈകി വന്ന ഈ വേളയിൽ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. നൂഡിൽസും ചില്ലി ചിക്കനും ആണ് കേട്ടോ ഞാനും ഓർഡർ ചെയ്തത്. മിക്സഡ് നൂഡിൽസ് നല്ലായിരുന്നു കേട്ടോ. ചില്ലി ചിക്കൻ ഓക്കെ എന്ന് പറയാം. ശിവേട്ടൻ തന്തൂരി റൊട്ടിയും ബീഫ് റോസ്റ്റും. ബിരിയാണി എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല കേട്ടോ. എനിക്ക് ഈ കായലിലെ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങ് പിടിച്ചു പോയതുകൊണ്ടേ ഒരിടത്തൊന്നും അങ്ങനെ അത്ര തൃപ്തിയായിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റിയിട്ടില്ല. കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ്, അവിടെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. ഞങ്ങൾ ഇത്രയും ലേറ്റ് ആവാനായിട്ട് വേറൊരു റീസണും കൂടെ ഉണ്ട്. കാരണം ഇതിന് തലേ ദിവസം ഞങ്ങൾ കോർഫക്കാനിൽ പോയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ലേറ്റ് നൈറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ടാണ് എല്ലാവരും നെക്സ്റ്റ് ഡേ ക്രിസ്മസ് ആയിട്ടും കുറച്ച് വൈകി എഴുന്നേക്കാൻ, ഡ്രസ്സ് ചെയ്ത് വരാനും ഒക്കെ ലേറ്റായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ അച്ചായൻ സദ്യ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് മിസ്സായി. ഞങ്ങൾ പക്ഷേ ഈ കോർഫക്കാനിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അന്ന് അവിടെ നിന്ന് അച്ചായൻ സദ്യ കഴിച്ചിരുന്നു. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ക്രിസ്മസ് കുഴപ്പമില്ലാതെ, ഫുഡ് അത്ര മോശം പറയാനില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ബീഫ് പെരളനം ആരാമത്തിലോ Guys, what do you want to say? Chili chicken is actually not that bad. Like, try it. Is it good? Never done. It's actually not that bad. Is it your new dress, Nana? Christmas dress? Yes. Does it look good? എന്താ നോർമൽ പൊറോട്ട? ബീഫിന്റെ ടേസ്റ്റ് കുറച്ച് അറിയുന്നത് ബീഫിന് പോലും വിഷമം ഉണ്ടാവും നോർമൽ പൊറോട്ടയിലത്. അവരാണ് ശരിക്കും കോമ്പനി. അവരെ പിരിക്കാൻ പാടില്ല അല്ലേ? ശിവേട്ടന് വേറെ എന്ത് ഫുഡ് കഴിച്ചാലും ഈ ബീഫും പൊറോട്ടയും കഴിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഒരു പൊറോട്ടയും കൂടി വാങ്ങിച്ചു. അവരെ പിരിക്കാൻ പാടില്ലെന്നാണ് ശിവേട്ടൻ പറയുന്നത്. ഞങ്ങളിനി മെഗാമാളിലേക്ക് പോവാണ് കേട്ടോ. നിനക്ക് എന്താ പറയാനുള്ള ക്രിസ്മസ് വിഷ് ചെയ്താ?
ഓൾമോസ്റ്റ് എല്ലാ മാളുകളിലും ഇതുപോലുള്ള സാന്റ ഗാർഡൻസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ഓർമ്മകൾ എന്താണ്? എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ക്രിസ്മസ് കാർഡുകളാണ്. ആ സമയത്ത് നമുക്ക് ക്രിസ്മസ് എക്സാംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഏർലി ഡിസ്പേഴ്സലാണ്. അപ്പോൾ ഞാൻ സെയിൻറ്റ് ജോസഫ്സിലാണ് പഠിച്ചിരുന്നത്. എൻ്റെ അച്ഛനാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റ് റോഡിൽ പോയിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കാർഡുകൾ സെലക്ട് ചെയ്യാം. കാരണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ മ്യൂസിക്കൽ കാർഡുകളുണ്ട്, പല വലിപ്പത്തിലുള്ള കാർഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യലാണ് എനിക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഓർമ്മ. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഈ സാന്റയുടെ ഒരു ഗിഫ്റ്റ്, എന്തുകൊണ്ടാണ് ഈ സാന്റ എൻ്റെ വീട്ടിൽ മാത്രം വരാത്തതെന്ന് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചീത്ത കുട്ടിയായതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ സാന്റ ഒരു ഇമാജിനറി ക്യാരക്ടറാണെന്നും അത് 4th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു സെന്റ് നിക്കോളാസിൻ്റെ സ്റ്റോറീസിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്നും ബിക്കോസ് ഹി വാസ് ക്രെഡിറ്റഡ് വിത്ത് സോ മച്ച് ഓഫ് വെറൈറ്റീസ് ഓഫ് മിറാക്കിൾസ് എന്നൊക്കെ. ദിസ് ടൈമും സാന്റയ്ക്ക് കുക്കീസും മിൽക്കൊക്കെ വയ്ക്കുന്ന കണ്ടിട്ട് നേനന് ഏട്ടൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ നല്ലൊരു നാളെയിലേക്കുള്ള പ്രതീക്ഷയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇയർ ആവട്ടെ 2024 എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ബൈ ഫ്രം മലൈക്കാസ്.